ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. العالمين حمدا يوافي وهو يكافئ ومزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به الحسد وتنفرج به القرب وتقضى به الحوائج وتنال به الرائب واحسن الخواتم ويستسقى الامام الوجيه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم له. اللهم اغفر وبلغ مثل فوائد ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة نبينا وسيدنا محمد صلى الله عليه وسلم. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته في الدارين وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين صلوات الله تعالى وسلامه عليهم أجمعين وإلى حضرات آله وأهل بيته وعترته وأزواج الطاهرات أمهات المؤمنين إلى حضرات أصحاب البدرين والهديين والخندقين والصدوقين وبقية الصحابة والقرابة كلهم أجمعين. ثم إلى حضرة شيخنا الشيخ قطب الأقطاب قوس العظم الشيخ السيد محي الدين عبد القادر الجيلاني قدس الله سره اللذيذ. وإلى حضرة السلطان العارفين سيدنا أحمد الكبير الرفاعي قدس الله سره اللذيذ. وإلى حضرة السلطان الهند خواجة معلمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا غافي الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. يا سيدي سندي روسي ويا مددي كل ظهيرا على الأعداء بالمدد. مجير غري وخذ بيدي مدى مددي خليفة الله فينا محي الدين. يا محي الدين يا محي الدين يا محي الدين يا عبد القادر جيلاني. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖാദിരിയ ത്വരീഖത്തിന്റെ സമകാലിക നായകൻ, 21ാം നൂറ്റാണ്ടിന്റെ വഴികാട്ടി ഖുതുബുൽ സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹുൽ ഖാദിരി കുത്തി മുതവ്വൽ ആലി മഹാനുഭാവൻ നേതൃത്വം നൽകുന്ന പരിശുദ്ധമായ ത്വരീഖത്ത് വിശദീകരണ സമ്മേളനത്തിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കളായ പണ്ഡിതന്മാരും ഔലിയാക്കളും സാധാരണക്കാരുമെല്ലാം നിലനിന്നിരുന്ന പരിശുദ്ധമായ ഖാദിരിയ ത്വരീഖത്തിന്റെ വഴികൾ ഇത് ഈയിടെയായി കുറച്ചു വർഷങ്ങളായി ആ ഖാദിരിയ ത്വരീഖത്തിന്റെ ഒരു മണ്ണ് എന്നുള്ളത് മാറി സംഘടനകളെയും പ്രസ്ഥാനങ്ങളുടെയും ദീനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂർവ്വസൂരികൾ നിലനിന്നു പോന്നിരുന്ന ആ മഹത്തായ പരിശുദ്ധമായ പ്രസ്ഥാനങ്ങൾ, ത്വരീഖത്തിന്റെ പ്രസ്ഥാനങ്ങൾ ഇന്ന് നമ്മളിൽ നിന്നും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധമായ യഥാർത്ഥ ദീനിലേക്ക്, പഴയ ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ഇവിടുത്തെ ജീലാനി സ്റ്റഡി സെന്റർ പരിപാടി വെക്കുന്ന ഈ മഹത്തായ സംഗമത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ആദ്യമായി നമ്മുടെ ഈ പരിപാടി വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട
ഉസ്താദ് അബ്ബാസ് ഫൈസി വഴിക്കടവ് അവറുകളാണ്. ഉസ്താദിനെ ആദരപൂർവ്വം ഈ മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൽ എത്തിച്ചേർന്ന ഉസ്താദ് മജീദ് ഹുദവി പൂങ്ങോട്, സഈദ് ജീലാനി, സൈദാലി ബാബു ഹാജി എട്ടരിക്കോട്, മഹത്തുക്കളായ മുഴുവൻ ആളുകളെയും ഈ മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും, ഇവിടുത്തെ നാട്ടുകാരെയും ഇത് കേൾക്കാനെത്തിയ മുഴുവൻ ജനങ്ങളെയും ഹാർദവമായി ഈ മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് പരിപൂർണമായും കേട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ നാടും നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉസ്താദ് അവരുടെ വിഷയാവതരണത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. وعلى آله وصحبه أجمعين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا سيدي سيدي غفير يا مددي كل غفيرا للعباد بالمدد يسير غير وخذ بيدي مدى مددي خليفة الله الدين يا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر الجيلاني. كتب الزمان الشيخ يوسف سلطان شيخ كاتب السيستين اللهم انظر له عليه മഹാനുഭാവന്റെ അതുപോലെ ഖലീഫ സൈദാലിബാഹുഹാജിവറുകളെ ഇത് സ്നേഹിതൻ മജീദ് ഹുദവി, ഷഹീദ് ജീലാനി, പണ്ഡിത ശ്രേഷ്ഠരെ, ആദരണീയരായ സഹവിശ്വാസികളെ, സഹപ്രവർത്തകരെ, നാട്ടുകാർ, സർവശക്തനായ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ ഇന്ന് ഒരുമിച്ച് കൂടാൻ വിധിയുണ്ടായി. നാളെ സ്വർഗലോകത്തും സംഗമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം പടച്ചു തമ്പുരാന്റെ തൃപ്തിക്കായി ചെയ്തു തീർക്കാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. അവസാനം അല്ലാഹുവെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ വിജയികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഒന്ന്, പടച്ച തമ്പുരാനിലേക്ക് എത്തണമെങ്കിൽ ഒരു വസീല ആവശ്യമാണ് എന്ന് പരിശുദ്ധ ഖുർആനും മഹത്തുക്കളുടെ വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. രണ്ട്, ഈ വസീലയിലൂടെ മാത്രമേ പടച്ച തമ്പുരാനിലേക്ക് എത്തിപ്പെടാനാകൂ എന്ന് മുസ്ലിം ലോകത്തെ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓരോന്നും നമുക്ക് വിശദീകരിക്കും. മൂന്ന്, വസീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ത്വരീഖത്തിന്റെ മശായിഖുമാരാണ്, ശൈഖന്മാരാണ്. 4, ഈ ശൈഖ് മുരീദ് ബന്ധം, അതിലൂടെ ദീൻ പ്രചരിപ്പിക്കപ്പെടുക എന്ന പ്രവണത അല്ലാഹു നിശ്ചയിച്ച ചര്യയാണ്, അടിമകൾക്ക് മാറ്റാൻ കഴിയാത്തതാണ്. 5, ശരീഅത്തിന്റെയും ത്വരീഖത്തിന്റെയും പണ്ഡിതന്മാർ ഇത്തരം മശായിഖുമാരെ പിടിച്ച് രക്ഷപ്പെടൂ എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നു. 6, നിസ്കാരം പോലുള്ള ആരാധനകൾ ശരിയാകാൻ ശൈഖ് അനുപേക്ഷണീയമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. 7, എല്ലാ കാലത്തും ഇത്തരം ശൈഖുമാർ ഉണ്ടാകുമെന്ന് പ്രമാണങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 8,
അത്തരം ശൈഖുമാരുടെ കൂടെ കൂടെ നിർബന്ധമാണെന്ന് ദീനി പഠിപ്പിക്കുന്നു. 9, മാതാപിതാക്കൾ പോലും എതിർ രേഖയിലാണെങ്കിലും ഇത്തരം ശൈഖുമാരെ തേടിപ്പുറപ്പെടൽ അനുപേക്ഷണീയമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. 10, ഇങ്ങനെ ചെയ്യുന്നത് ഈമാനിലായി മരിക്കാൻ വേണ്ടിയാണെന്ന് റൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബോധ്യപ്പെടുത്തുന്നു. 11, പണ്ഡിതന്മാർക്ക് തങ്ങൾക്ക് വിവരമുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കാനാവില്ല, ശൈഖ് അവർക്ക് നിർബന്ധമാണ്. 12, സമുദ്ര സമാനം സാഗര സമാനം പാണ്ഡിത്യമുണ്ടെങ്കിലും ശൈഖിനെ സ്വീകരിക്കൽ പണ്ഡിതർക്ക് നിർബന്ധമാണ്. 13, കേവല പാണ്ഡിത്യം നമ്മെ രക്ഷപ്പെടുത്താൻ യോഗ്യമല്ല, മാത്രമല്ല അസ്വസ്ഥപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നു. 14, വിദ്യാർത്ഥികൾക്ക് തങ്ങൾ പഠിക്കുകയാണ്, ഞങ്ങൾക്ക് ശൈഖും തരീഖത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല, വിദ്യാർത്ഥികൾക്കും ശൈഖ് വേണം. 15, സാധാരണക്കാർക്കും പ്രത്യേകക്കാർക്കും ശൈഖ് വേണം. 16, തരീഖത്ത് അന്വേഷിച്ച് കിട്ടണമെന്ന് കരുതി വരുന്നവർക്കെല്ലാം തരീഖത്ത് കൊടുക്കണം, ആണിനും കൊടുക്കണം, പെണ്ണിനും കൊടുക്കണം. 17, പൂർവിക മഹത്തുക്കൾ അങ്ങനെ വന്നവർക്കെല്ലാം കൊടുത്തിരുന്നു എന്ന് പ്രമാണങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 18, മുരീദാകാനും ശൈഖാകാനും ഒക്കെ യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞ് മുരീദാകുന്നതിൽ നിന്ന് വഴി തെറ്റിക്കുന്ന രീതിയിലുള്ള പ്രവണത സമൂഹത്തിൽ ഉണ്ടായിത്തീരുന്നു. അങ്ങനെ പറഞ്ഞ് സാധുക്കളുടെ ആചരണം തെറ്റിക്കുന്നത് വളരെ അപരാധമാണ് എന്ന് വിശുദ്ധ പണ്ഡിതന്മാർ തങ്ങളുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. 19, ശൈഖിനെ സ്വീകരിച്ചാൽ, തരീഖത്ത് സ്വീകരിച്ചാൽ ദുനിയാവിൽ നിന്ന് കൂടുതൽ അതുകൊണ്ട് ഉപകാരങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും ശൈഖിനെ സ്വീകരിച്ചാൽ ഏത് സാധുക്കൾക്കും സാധാരണക്കാർക്കും നാളെ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന പതാകയ്ക്ക് കീഴിൽ അണിനിരക്കാൻ കഴിയും എന്ന് മഹത്തുക്കൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 20, ഖുർആനും സുന്നത്തും മതി, ശൈഖൊന്നും വേണ്ട എന്ന് പറയുന്ന സ്ഥിതി വളരെ മോശമാണ്, രക്ഷപ്പെടാൻ പ്രയാസമാണ്. 21, മരിച്ചുപോയ പൂർവികരാണ് എന്റെ ശൈഖ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴുള്ള ആളുകളൊന്നും അതിന് പറ്റൂല, എനിക്കത് വേണ്ട, എന്റെ ശൈഖ് മുഹിയുദ്ദീൻ ശൈഖിനെ നേരിട്ട് പിടിച്ച ആളാണ് എന്ന് പറയുന്നവർ കള്ളന്മാരാണ് എന്ന് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു. 22, യഥാർത്ഥ കാമിലായ ശൈഖുമാർ ഒളിഞ്ഞിരിക്കേണ്ടവരല്ല, പരസ്യമായി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ജനങ്ങളെ നേർരേഖയിലേക്ക് ക്ഷണിക്കേണ്ടവരാണ്. 23, ത്വരീഖത്തുകാരോട് അടുക്കാൻ പാടില്ല, അവരോട് അടുത്താൽ അതിൽ പെട്ടുപോകും എന്ന് പറഞ്ഞ് ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കൽ അബൂജഹൽ തുടങ്ങിയ ആദ്യകാല പ്രവാചകരുടെ എതിരാളികളുടെ സ്വഭാവമാണ്. 24, ത്വരീഖത്തിനെ എതിർത്തവരെ വളരെ മോശമായി പൂർവികർ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അത്തരം ആളുകളെ പട്ടി, നായ തുടങ്ങിയ പ്രയോഗമാണ് മഹത്തുക്കൾ നടത്തിയത്. 25, പൂർവികർക്ക് ത്വരീഖത്ത് ഉണ്ടായിരുന്നില്ല, നമ്മളെ വാപ്പാപ്പമാർക്കും വല്യാപ്പാർക്കും ഒന്നും ത്വരീഖത്ത് ഉണ്ടായിട്ടില്ല, ഇത് പുതിയ പ്രവണതയാണ് എന്ന് പറയുന്നത് ചരിത്രാവബോധത്തിന്റെ അഭാവമാണ്. 26, പണ്ഡിത സഭകൾ എതിർത്തത് കൊണ്ട് ത്വരീഖത്ത് പിഴച്ചതാവില്ലെന്ന് മാത്രമല്ല, പണ്ഡിത സഭകൾ ലോകത്തുള്ളത് മുഴുക്കെ ഒരുമിച്ചുകൂടി ഒരു മസാല പ്രസ്താവിച്ചാലും അത് മതത്തിൽ തെളിവല്ല എന്ന് ഇന്ന് നിലവിലുള്ള പണ്ഡിത സഭയുടെ നേതാവ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞതിൽ ഇൻഷാ അല്ലാഹ് നാം കേൾക്കും. ഇന്നത്തെ പണ്ഡിതർ വായിക്കുമ്പോൾ ശരിക്കും ബോധ്യം. 27, പണ്ഡിത സഭകളുടെ തീരുമാനം ദീനിൽ തെളിവല്ല. 28, ഖുതുബുസ്സമാൻ ശൈഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനുഭാവനെതിരെ പറഞ്ഞ കാരണങ്ങൾ ഒരു പണ്ഡിത സഭകൾക്കും ഒന്നുപോലും തെളിയിക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല.
29 മുഅ്മിൻ മുസ്ലിം പ്രശ്നം പറഞ്ഞ് അവസാനം സമസ്തയുടെ രേഖകൾ തന്നെ സമസ്തയുടെ നേർക്ക് തിരിയുന്നത് ഇൻഷാ അല്ലാഹ് കാണുന്നു. 14 തെരീഖത്ത് എന്ന് പറഞ്ഞത് കാരണത്താൽ പിഴച്ചു എന്ന് പറഞ്ഞ ആളുകൾക്ക് തെളിവുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. 31 12 സീനുള്ള കിതാബ് തെറ്റായ വാദമാണെന്ന് പറഞ്ഞവർ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ രേഖകളിൽ നിന്ന് ബോധ്യപ്പെട്ടപ്പോ വഴിമാറേണ്ടി വന്നു. 32 മലക്കുകളുടെ ഇസ്മത്ത് സംബന്ധിയായ പദപ്രയോഗങ്ങൾ പിടിച്ച് പിഴച്ചത് എന്ന് പറഞ്ഞവർ പിടിച്ചു നിൽക്കാനാവാത്ത സ്ഥിതിയിലെത്തി. 33 അഷ്റഫുൽ ഖൽഖ് പ്രയോഗം അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞവർ സ്വന്തം രേഖകളിലൂടെ പോലും തിരുത്തേണ്ടി വന്നു. 34 ഇമാം മഹദിയുടെ ജന്മസംബന്ധിയായി ഷിയ ആരോപണം നടത്തി ത്വരീഖത്ത് വികൃതമാണെന്ന് പ്രഖ്യാപിച്ച പണ്ഡിത സഭയുടെ SYSന്റെ സെക്രട്ടറി സമസ്തക്കെതിരെ ലേഖനം എഴുതിയത് ഇൻഷാ അല്ലാഹ് വായിക്കുന്നു. 35 സമസ്തക്ക് മഖ്ദൂമി പാരമ്പര്യമാണ് എന്ന് പ്രഖ്യാപിച്ചത് 100% തെറ്റാണ് എന്ന് നാം തിരിച്ചറിയാൻ പോകുന്നു. 36 സമസ്ത രൂപീകരിച്ചത് ബ്രിട്ടീഷുകാരാണ് എന്ന് സലക്ഷ്യം നമ്മെ ബോധ്യപ്പെടുത്താൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇൻഷാ അല്ലാഹ് സാധിക്കും. 37 സമസ്തയുടെ പതാകയിൽ നിന്ന് പോലും പരിശുദ്ധമായ തൗഹീദിനെതിരെ തിരിഞ്ഞ ആളുകൾ പതാകയിൽ നിന്ന് പോലും പരിശുദ്ധ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വെട്ടിമാറ്റിക്കൊണ്ട് ആളുകളുടെ കരങ്ങളിലേക്ക് തൗഹീദ് മാറ്റി ഏൽപ്പിക്കുകയായിരുന്നു എന്ന് ചരിത്രത്തിന്റെ പിൻബലത്തോടെ നാം തിരിച്ചറിയാൻ പോകുന്നു. 38 വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന് പറയുന്ന സമസ്തയുടെ പ്രസിഡന്റ് ഷിയാക്കളുടെ ആശയം വെച്ച് പുലർത്തുന്ന ആളായിരുന്നു എന്ന് സത്യധാര ബോധ്യപ്പെടുത്തുന്നത് ഇൻഷാ അല്ലാഹ് വായിക്കുന്നു. നമ്മൾ പറയില്ല. 39 മമ്പറം തങ്ങൾക്കെതിരെ സമസ്തയുടെ നിലപാട് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നു. 40 നിങ്ങളുടെ അടുത്ത് വാഗൺ ട്രാജഡി ദുരന്തത്തിന് ഹേതുകമായ ദുരന്തത്തിന് സാക്ഷിയായ നാടാണ് തിരൂർ. വാഗൺ സ്മാരകമൊക്കെ അവിടെയുണ്ട്. വാഗൺ ട്രാജഡി ദുരന്തം ഒന്നുമല്ല, അതൊരു തെറ്റായ കൃത്യമല്ല എന്ന് പറഞ്ഞ ആളുകളാണ് സമസ്തക്ക് ബീജാഭാവം നൽകിയത് എന്ന് ഇൻഷാ അല്ലാഹ് ചരിത്രത്തിന്റെ പിൻബലത്തോടെ ചരിത്രത്തിന്റെ രേഖകളിലൂടെ സമസ്തയുടെ രേഖകളിലൂടെ ഇൻഷാ അല്ലാഹ് ബോധ്യപ്പെടാൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സത്യസന്ധമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ഗ്രഹിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദ അതിലെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. പടച്ച തമ്പുരാൻ പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികൾ, ഇസ്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ ഒരു വസീലയെ, മധ്യവർത്തിയെ സ്വീകരിക്കുക, തേടുക, പിടിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അല്ലാഹുവിലേക്ക് അടുക്കണമെങ്കിൽ, പടച്ച തമ്പുരാനിലേക്ക് എത്തണമെങ്കിൽ ഒരു വസീല, മധ്യവർത്തി അനുപേക്ഷണീയമാണ്, അത്യാവശ്യമാണ്. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ മുജാഹിദ് സഹോദരന്മാരുണ്ടാവും, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളുണ്ടാകും. അവര് മധ്യവർത്തി ദീനിലില്ല, ഇടയാളന്മാർ മതത്തിലില്ല, അതൊക്കെ സുന്നിയാളുണ്ടാക്കിയ പുതിയ പ്രവണതയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരാറുണ്ട്. ആമുഖമായി പറയുന്നു, ഒരു വസീലയെ കൂടാതെ പടച്ച തമ്പുരാനിലേക്ക് എത്താൻ കഴിയില്ലെന്നു മാത്രമല്ല, വസീലയെ മാറ്റി നിർത്തിയാൽ അത് ഇസ്ലാം അല്ല എന്ന് 100% ഏത് വഹാബി, മൗദൂദി തുടങ്ങിയ അനവരാധികൾ ആര് വന്നാലും 100% ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ അവരെ ബോധ്യപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ് സാധിക്കും. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ ഇവിടെ വെള്ളിയാമ്പറത്തൊരു പരിപാടി വെക്കാം. മടവൂർ ഗ്രൂപ്പിന് വരാം, KNMന്റെ ഔദ്യോഗിക ഗ്രൂപ്പിന് വരാം, സക്കരിയ സനായി തുടങ്ങിയ ആ പേരില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടീമിന് വരാം.
ആരൊക്കെ ഭൂമി മലയാളത്തിലുണ്ടോ അവർക്ക് മുഴുക്കെ മധ്യവർത്തികളുടെ മതമാണ് ഇസ്ലാം, ഇടയാളന്മാരുടെ മതമാണ് ഇസ്ലാം എന്ന് 100% വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ആമുഖമായി ബോധ്യപ്പെടുത്തുകയാണ്. ആർക്കെങ്കിലും അവിടെ വല്ല ഊക്കളൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ എളുപ്പമുണ്ടാവുന്ന കഴിഞ്ഞാൽ ശരീരത്ത് നമ്മുടെ വഴിയല്ല, ശരീരത്ത് അനിസ്ലാമികമാണ്, അത് സൂഫിസം തെറ്റാണ്, ഔലിയാക്കന്മാർ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അതൊന്നും വിശദീകരിക്കാൻ ടൈമില്ല. ഓരോ തമ്മിലടിച്ച് ഇടങ്ങേറായി കോലം മുജാഹിദും ഇറമ മുജാഹിദും എല്ലാ ടീമും ഇറങ്ങി തമ്മിലടിക്കുമ്പോൾ അതിൽ തന്നെ പൊട്ടിക്കറിണ്ടായി വീണ്ടും ഗ്രൂപ്പായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം അവർ തന്നെ പറഞ്ഞു തൗഹീദ് എന്താണ് എന്ന് നെടുവത്തിന്റെ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അതാണ് അവരുടെ ഈ പ്രകടമായ വിഘടനത്തിന്റെ ഹേതുകളെന്ന് അവർ തന്നെ എഴുതിയ രേഖ. ഇൻഷാ അല്ലാഹ് അവരൊരു പരിപാടി വെച്ചാൽ നമുക്ക് ഉടനെ തന്നെ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. സൂറത്തു മാഇദയിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞ അല്ലാഹുവിനെ പിടിക്കാൻ, അല്ലാഹുവിലെത്താൻ, പടച്ച തമ്പുരാനെ ലഭ്യമാകാൻ, അല്ലാഹുവിലേക്ക് എത്തിപ്പെടാൻ വസീല വേണം, മധ്യവർത്തി വേണം. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കളായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് വഅലം അന്നൽ ആയത്തുൽ കരീമ സർറഹത് ബിൽ അംരി ബിബ്തിഗാഇൽ വസീല വലാ ബുദ്ദ മിൻഹാ അൽബത്ത فإن الوصول إلى الله تعالى لا يحصل إلا بالوسيلة وهي علماء الحقيقة ومشايخ الطريقة. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ വസീലയുടെ ഉദ്ദേശ്യം എന്താണ് എന്ന് മഹാന്മാർ വിശദീകരിച്ചു തരുന്നു. അത് ഉലമാഉൽ ഹഖീഖത്തും മശായിഖു ത്വരീഖത്തും. ത്വരീഖത്തിന്റെ മശായിഖുമാരാണ്, ത്വരീഖത്തിന്റെ നായകന്മാരാണ് ആ വസീല. പടച്ചോനെ കിട്ടണമെങ്കിൽ, അള്ളാഹുവിനെ പ്രാപിക്കണമെങ്കിൽ, യഥാർത്ഥമായ നാഥനിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ശേഖന്മാരെ പിടിക്കേണ്ട അനുപേക്ഷണീയമാണ്, അത്യാവശ്യമാണ്, അല്ലാതെ കഴിയില്ല. ഇനി നമ്മൾ സംഘടന ഉണ്ടാക്കി ഞങ്ങൾക്ക് സമസ്ത പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീം ഇങ്ങനെ നിൽക്കുക. എന്താണ് ഈ സമസ്ത എന്ന് പറയുന്നത്? നമ്മൾ ഈ സമസ്ത എന്ന് കേൾക്കുമ്പോൾ നമ്മളെ പൂർവികരായ കുറേ ആൾക്കാർ പണ്ട് കാലം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രൂപീകരിച്ചാണോ സമസ്ത എന്ന് തോന്നിക്കും. വിവരണം ഇങ്ങനെയൊക്കെയാണ്. ഇല്ല, സമസ്തക്ക് നമ്മളെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദന്റെ പ്രായമല്ല. ഇല്ല, വേഗം തിരിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അച്യുതാനന്ദന് 90 വയസ്സായി, സമസ്തക്ക് 87 വയസ്സായിട്ടുണ്ട്. ആരാ കാരണവര്? അച്യുതാനന്ദൻ. സമസ്ത അച്യുതാനന്ദന്റെ അന്യനാണ് എന്ന് പറഞ്ഞാൽ സമസ്തനെ ആദരിക്കണമെന്ന് അച്യുതാനന്ദൻ ആലോചിച്ചോട്ടെ. അത് അച്യുതാനന്ദനെ തിരിച്ചാണോ? SKSSFന്റെ സമസ്തയുടെ പ്രവർത്തകരുണ്ടാവും. അത് കേൾക്കുന്ന സമയത്ത് ഒരു വിഷമമുണ്ടാവും. ഞാനും SKSSFന്റെ ഒരുപാട് പ്രവർത്തനങ്ങളായിട്ട് നടന്ന ആളാണ്. ഇതൊക്കെ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ വകച്ചേർത്ത് മനസ്സിലാക്കി ഇനി സമസ്ത എന്ന് പറയേണ്ട, നമസ്തേ എന്ന് പറയാം എന്ന് കരുതിയ ടൈമിൽ പോകുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ആളുകളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോയി ആളുകളെ വഞ്ചിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇത് പറയുമ്പോൾ ചോദിക്കും, എന്താ സമസ്ത ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നില്ലേ? മദ്രസകൾ നടത്തുന്നില്ലേ? കോളേജുകൾ നടത്തുന്നില്ലേ? പ്രഭാഷണങ്ങൾ നടത്തുന്നില്ലേ? ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നില്ലേ? ഉണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ. സമസ്ത കള്ളുടിയന്മാരാണ് ഉണ്ടാക്കുന്നത്, പെണ്ണുപിടിയന്മാരുണ്ടാക്കുന്നു, വ്യഭിചാരികൾ ഉണ്ടാക്കുന്നു, തന്മാടികൾ ഉണ്ടാക്കുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്നു. ആ രീതിയിലാണ് എങ്കിൽ സമസ്ത എന്ത് പറഞ്ഞാലും ആൾക്കാർ സ്വീകരിക്കൂലല്ലോ. ഒരുപാട് നന്മകൾ ചെയ്തിട്ട് ആത്യന്തികമായി ലഭിക്കേണ്ട കാര്യം പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ഇബ്ലീസിന്റെ തന്ത്രം അത് സമസ്തയിലൂടെ വിജയകരമായി നടക്കുന്നു എന്നതാണ് ഖേദകരമായത്. ഇതാണ് നമ്മൾ നിസ്കരിക്കാം, ഒന്നുണ്ടാക്കി നല്ല കാര്യമല്ലേ? തക്ബീറത്തിൽ ഏറാൻ ചൊല്ലി നല്ല കാര്യമല്ലേ?
സുജൂദ് ചെയ്തു, നല്ല കാര്യല്ലേ? റുക്കൂഅ് ചെയ്തു, നല്ല കാര്യല്ലേ? ഇഅ്തിദാൽ ചെയ്തു, നല്ല കാര്യല്ലേ? അത്തഹിയ്യാത്ത് ഓതി, നല്ല കാര്യല്ലേ? സലാം വീട്ടുന്നതിന്റെ മുമ്പ് ഒന്നും മൂടി നിസ്കാരത്തിൽ ചെയ്ത പണികൾ മുഴുക്കെ ഈ രണ്ടാമത് ചെയ്യണം. എന്തേ സംഭവിച്ചു? ഈ പണിയൊക്കെ ചെയ്തു, അവസാനം ഒന്ന് മുറിഞ്ഞു. ഇതേ രീതിയിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനിലായി റബ്ബിലേക്ക് എത്താനുള്ള വഴി തടസ്സം ചെയ്യുന്നത് സമസ്ത ഭഗീതരായ യജ്ഞം നടത്തുന്നു, വമ്പിച്ച ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാകില്ല. ശൈഖുമാരിലേക്ക് അടുപ്പിക്കാനുള്ള എന്ത് പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത്? ഇല്ല 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 എന്ന് പറഞ്ഞ് ശൈഖുമാരില്ല, ഒത്തിലാണ്, ഒളിച്ചിരിക്കുകയാണ്, ഈ കാലത്തില്ല, 824 മുറിഞ്ഞു തുടങ്ങി ഇല്ല വേണ്ട എന്ന് പറയാൻ വേണ്ടി അവരുടെ സ്റ്റേജുകളും പേജുകളും ചെലവഴിച്ചുകൊണ്ടിരിക്കും. ഇത് അപകടമാണ് എന്ന് പറയാൻ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ തയ്യാറായാൽ ഇവര് മോശക്കാരാണെന്നല്ലല്ലോ പറയേണ്ടത്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ഒരാളെങ്കിലും വേണ്ടേ? അതുകൊണ്ട് സമസ്തയുടെ പാരമ്പര്യമൊന്നും പറഞ്ഞിട്ട് ആരും നിൽക്കണ്ട. ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി ഇവിടുത്തെ സഹോദരന്മാരെ ക്ഷണിച്ച് ഞാനിങ്ങനെ ഈ പാരമ്പര്യത്തെ കുറിച്ച് ഇങ്ങനെ 1-2 കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോ എന്റെ ഭാര്യ വീട്ടിൽ മനോരമയിൽ വരുത്തുന്നു. മനോരമയിൽ ഇങ്ങനെ മരണത്തോളം നോക്കിയിട്ട് ഞാൻ പറഞ്ഞ സമസ്തയ്ക്ക് 87 വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഓള് തമാശയിൽ പറഞ്ഞു, ഇന്ന് സമസ്തന്റെ 12 ജ്യേഷ്ഠന്മാര് മരിപ്പിക്കുന്ന മനോരമയിൽ നോക്കി എന്ന് പറഞ്ഞാൽ 88, 90, 92 വയസ്സുള്ള ആൾക്കാർ സമസ്തന്റെ ജ്യേഷ്ഠന്മാര് 10-12 ആൾക്കാർ അന്ന് മരിക്കുന്നു. അപ്പൊ അതൊരു പുതിയ രസമുള്ള പരിപാടിയാണ്. പിറ്റേന്ന് ഞാൻ നോക്കി, അന്നും ഒരു 11 ആള് സമസ്തന്റെ ജ്യേഷ്ഠന്മാര് മനോരമയിൽ മരിക്കുകയാണ്. എല്ലാ ദിവസവും ഇന്ന് ഞാൻ അങ്ങോട്ട് പോരുമ്പോൾ പരിശോധിച്ചു, സമസ്തന്റെ 10-ലധികം ജ്യേഷ്ഠന്മാരെ മരിച്ചു കിടക്കുകയാണ്. ഞാൻ പറഞ്ഞത് സമസ്ത എന്ന് പറയുന്നതിന് അത്രമേൽ പാരമ്പര്യമില്ലെന്ന് മാത്രമല്ല, നെതുവത്തിൽ മുജാഹിദീന്റെ ആളുകൾ പറയുന്നത് അവർ ഒരു നൂറ്റാണ്ട് തികച്ചുന്നു. ആ ഒരു നൂറ്റാണ്ട് പോലും പാരമ്പര്യം അവകാശപ്പെടാൻ സമസ്തക്കില്ല. അത്രയേ ഉള്ളൂ. ഞാനൊരുപാട് ചോദ്യം പറഞ്ഞു സമസ്ത എന്നും പറഞ്ഞുകൊണ്ടാവും 1400 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അത് എന്ന് പറയാവോ? അപ്പോ ശൈഖന്മാരെ പിടിക്കണം, എന്നാലേ രക്ഷപ്പെടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതിന്റെ വ്യാഖ്യാനം മുഫസ്സിറുകൾ രേഖപ്പെടുത്തി. ഗൗസുൽ ആലം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഗൗസുൽ ആലം ശൈഖ് മുഹ്യിദ്ദീൻ മഹാനുഭാവൻ പഠിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? ഫൽ മശായിഖു ഹുമു തരീഖു ഇലല്ലാഹി അസ്സ വജല്ല വൽ അദില്ലാഉ അലൈഹി വൽ ബാബു അല്ലദീ യദ്ഖുലു മിൻഹു ഇലൈഹി. ശൈഖന്മാർ അവരാണ് അല്ലാഹുവിലേക്കുള്ള മാർഗദർശികൾ, അവരിലൂടെ അല്ലാഹുവിലേക്ക് എത്താൻ കഴിയൂ. അവരാണ് പടച്ചോനിലേക്കുള്ള ആൾക്കാർ കൊണ്ടുപോകാനാണ്. മാത്രമല്ല പടച്ച തമ്പുരാനെ പരിചയപ്പെടുത്താനും പടച്ച തമ്പുരാനിലേക്ക് അടുപ്പിക്കാനുമുള്ളവർ മുശാഖിഖുമാരാണ്. മാത്രമല്ല വൽ ബാബു അല്ലദീ യദ്ഖുലു മിൻഹു ഇലൈഹി, പടച്ച തമ്പുരാനിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം, വാതിൽ ശൈഖുമാരാണ്. ഈ ശൈഖന്മാരെ പിടിച്ചിട്ടില്ല എങ്കിൽ പടച്ചോനെ കിട്ടണം, നമ്മളാണ് ശരിയാണ്. വാതിലേതാ? ശൈഖന്മാരാണ്. അത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാലും പടച്ചോന്റെ അടുത്തേക്ക് പോകുന്നു. എന്താ സംഭവിക്കുക? ചോരുമ തട്ടിയിട്ട് മാറി. വാതിൽ ശൈഖന്മാരാണ്. അല്ലാഹുവിലേക്ക് അടുക്കണോ, റബ്ബിനെ ലഭിക്കണോ, പടച്ച തമ്പുരാന്റെ പ്രീതി ലഭ്യമാകണോ, പടച്ച തമ്പുരാന്റെ സാമീപ്യം സ്വീകരിക്കാൻ യോഗ്യമാകണോ, ശൈഖുമാർ വേണം, അവരെ പിടിക്കണം.
അവരാണ് കവാടം. അവരിലൂടെ പടച്ച റബ്ബിലേക്ക് പോകാൻ കഴിയൂ. മഹാനായ ഗൗസുൽ ആലം അഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ മഹാനുഭാവൻ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ ശേഖ് മുരീദ് ബന്ധം ഈ രീതിയിലാണ് എന്ന് ആരെ പഠിപ്പിച്ചു? അള്ളാഹു നിശ്ചയിച്ച ചര്യയാണ്. ആര് പറഞ്ഞു? ഗൗസുൽ ആലം പറഞ്ഞു. ആരാ ഗൗസുൽ ആലം? സുന്നി മുജാഹിദ് വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ 99% ആശയങ്ങളും ഗൗസുൽ ആലമിന് വേണ്ടിയാണ് നമ്മൾ വാദിക്കുന്നത്. മാല പറ്റോ പറ്റൂലേ? കുതുബിയത്ത് പറ്റോ പറ്റൂലേ? മുഹിയത്തെ റാത്തീബ് പറ്റോ പറ്റൂലേ? സുന്നികളെന്ന് പറഞ്ഞാൽ മുഹിയത്തിൽ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് 100% സത്യമാണ് എന്ന് സ്ഥാപിക്കുന്ന ആളുകളും വഹാബികൾ അത് ശരിയല്ല എന്ന് പറയുന്നവരുമാണ്. അങ്ങനെ 100% സത്യമാണ് എന്ന് വാദിക്കുന്ന, നാം വാദിച്ചുകൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആ ഉജ്ജ്വലമായ വ്യക്തിത്വത്തിന്റെ ഉടമ ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവൻ പഠിപ്പിക്കാണ്. വലിയ ഉറപ്പിച്ച് തറപ്പിച്ച് ശരിക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. എന്ത്? بأن الله عز وجل أجرى العادة بأن يكون في الأرض شيخ ومريد صاحب ومصحوب طابع ومطبوع من لدن آدم إلى أن تقوم الساعة. നോക്കുന്നു, ഗൗസുൽ ആലം പറഞ്ഞാൽ ഖുതുബുസ്സമാൻ ശൈഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ല പറയുന്നത്, ശൈഖുനിയുടെ ഖലീഫമാരല്ല പറയുന്നത്, മുരീദന്മാരല്ല പറയുന്നത്, ഏതെങ്കിലും സംഘടനകളല്ല പറയുന്നത്. നമ്മുടെ നിത്യ ജീവിതത്തിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ വല്ല ഫംഗ്ഷനും ഉണ്ടായാൽ അവിടങ്ങളിൽ മുഴുവൻ നമ്മുടെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവൻ പറയുന്നു. വലിയ بأن الله عز وجل أجرى العادة. അള്ളാഹു ഒരു ചര്യ നിശ്ചയിച്ചു. എന്താണത്? بأن يكون في الأرض شيخ ومريد. ഭൂമിയിൽ ഇസ്ലാമിന്റെ ചര്യ, അള്ളാഹുവിന്റെ ദീനിന്റെ ചര്യ ഇന്നേ വരെയായി ഖിയാമത്ത് നാൾ വരെ തുടർന്നു പോരുന്ന ചര്യ എന്ന് പറയുന്നത് بأن يكون في الأرض شيخ ومريد. ഒരു ശൈഖും മുരീദും ഉണ്ടായി. അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. മാത്രമല്ല, സ്വാഹിബുൻ വമസ്ഹൂബുൻ, ഒരു സ്വാഹിബ് മസ്ഹൂബ് തത്വത്തിൽ ഒന്ന് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും സ്വഹിബത്തും. അതുപോലെ താബിഉൻ വമത്ബൂഉൻ, ഒരാള് അനുകരിക്കപ്പെടുന്ന ആളും അനുകരിക്കുന്നയാളുകൾ. ശൈഖ് മുരീദ് ഈ ബന്ധം മിൻ ലദുൻ ആദമ ഇലാ അൻ തഖൂമ الساعة, മിൻ ലദുൻ ആദമ ഇലാ അൻ തഖൂമ الساعة. ആദം നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങിയതാണ് പടച്ച തമ്പുരാൻ നിശ്ചയിച്ച ഈ ഇസ്ലാമിലെ ചര്യ. ശൈഖ് മുരീദ് ബന്ധം, നബി സഹാബ ബന്ധം ആലോചിച്ച് നോക്കൂ. മിൻ ലദുൻ ആദമ ഇലാ അൻ തഖൂമ الساعة, ഖിയാമത്ത് നാൾ വരെ ഈ പ്രവണത തുടരുകയും ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നാം ഉണ്ടാക്കിയ ചര്യയാണെങ്കിൽ നമുക്കത് കീറിയറിയാൻ കഴിയും. ശൈഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി പഠിപ്പിച്ചതായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് അദ്ദേഹം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താമായിരുന്നു. മറിച്ച് ഗൗസുൽ ആലമാണ് പഠിപ്പിച്ചത്. ഗൗസുൽ ആലം പഠിപ്പിച്ച ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെ നീണ്ടു നിൽക്കുന്ന സുദീർഘമായി ചര്യയെ കീറിയിടുകയാണോ വേണ്ടത്, കീഴ്പ്പെടുകയാണോ വേണ്ടത്? ഈ ചര്യ വലിച്ചെറിയണോ ചേർത്ത് വെക്കണോ? ഇവിടെ ആലോചിക്കേണ്ടത്. അതിന് ഒരുപാട് ആളുകളും കൂടിയിട്ട് സമ്മേളനം നടത്തി നമ്മളിതാ
ഇഷ്ടംപോലെ ആൾക്കാർ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഈ ഉത്കൃഷ്ടമായ സന്ദേശത്തെ മാറ്റി നിർത്താൻ പറ്റുമോ കുഞ്ഞു സഹോദരന്? പടച്ച നമ്പുരാൻ നിശ്ചയിച്ച ഉണ്ടാക്കിയ കൊല്യ റസൂലുള്ളാഹി അവൻ ഉണ്ടാക്കിയെന്ന് ബോധ്യപ്പെടുത്തി. അത് സ്വീകരിക്കുന്നതിന് പകരം അള്ളാഹ് നിശ്ചയിച്ചത്, അള്ളാഹു പഠിപ്പിച്ചത്, റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയത് കീറിയെറിയുന്നത് ശ്ലാഘനീയമല്ല, അപകടകരമാണ്. ഈ സത്യം ശൈഖ് വേണം, ത്വരീഖത്ത് വേണം, ശൈഖിനെ പിടിക്കണമെന്ന് പറഞ്ഞത് കേവലം ത്വരീഖത്തുകാരുടെ വാദമല്ല, മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. وقد أجمع علماء الشريعة والحقيقة على وجوب مجاهدة النفس الأبية على يد الشيخ حتى تخرج عن الرعونات النفسية. വൈകല്യമുള്ള ആത്മാവുകളെ നന്നാക്കിയെടുക്കാൻ, പഴയകാലത്ത് പറയും മൂട്ട് കാട്ടുന്ന ആത്മാവുകൾ, പറഞ്ഞാൽ കേൾക്കാത്ത ആത്മാവ്, നിസ്കരിക്കാമെന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ നീക്കില്ല, നുണ പറയരുതെന്ന് പറഞ്ഞാൽ പറഞ്ഞേ നടക്കൂ, ദീപത്ത് വേണ്ടെന്ന് വെച്ചാൽ കഴിയുന്നില്ല. ഒതുങ്ങാത്ത ആത്മാവുകളിൽ ആ ആത്മാവുകളെ മുജാഹദ ചെയ്യൽ നിർബന്ധമാണ്. അലായതി ശൈഖിൻ, നമ്മൾ കുറെ ഗവേഷണം നടത്തിയ പോരാ, അലായതി ശൈഖിൻ, ഒരു ശൈഖിനൂടെ മുജാഹദ നടത്തൽ നിർബന്ധമാണ്. ആര് പറഞ്ഞു? വഖദ് അജ്മഅ ഉലമാഉ ശരീഅത്തി വൽ ഹഖീഖ, ശരീഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, ഹഖീഖത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഇത് പറഞ്ഞാൽ ഇത് പറഞ്ഞു തരുന്ന ആളാരാണ്? ബഹുമാനപ്പെട്ട ഇമാം ഷഹ്റാനി റളിയല്ലാഹു അൻഹു. ഇമാം ഷഹ്റാനി റളിയല്ലാഹു അൻഹു വരാം ത്വരീഖത്തും ഹഖീഖത്തും ഫിഖ്ഹും ത്വരീഖത്തും ശരീഅത്തും ഒക്കെ കണക്കി പിടിച്ച ആളാണ്. ആ മഹാനുഭാവനാണ് പറയുന്നത്. മഹാനുഭാവൻ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്. പൊതുവെ കേരളത്തിൽ ഫിഖ്ഹി മസലകൾ പറയുമ്പോൾ അതിൽ ഫത്വ കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന കിതാബുകളിൽ പ്രമുഖ സ്ഥാനത്താണ് തുഹ്ഫ. ആ തുഹ്ഫയുടെ രചയിതാവാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്. ഇബ്നു ഹജർ റഹിമഹുല്ലയും ബഹുമാനപ്പെട്ട ഇമാം ഷഹ്റാനി റളിയല്ലാഹു അൻഹു ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ആ ഷഹ്റാനി ഇമാമാണ് പറയുന്നത്. ആര് പറഞ്ഞു എന്നാ പറയുന്നത്? വഖദ് അജ്മഅ അഹ്ലു ശരീഅ ഉലമാഉ ശരീഅത്തി വൽ ഹഖീഖ. ഈ ത്വരീഖത്ത് വേണമെന്ന് ഫിഖ്ഹിലുണ്ടോ? ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഉലമാഉ ശരിയ എന്ന് പറഞ്ഞാൽ ഈ ഫിഖ്ഹിന്റെ മൂല്യന്മാരൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടു. വിശദീകരിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഷഹ്റാനി ഇമാം വീണ്ടും പറയുകയാണ്, وكذلك أجمع أهل الطريق على وجوب اتخاذ الإنسان شيخا يرشده إلى زوال تلك الصفات التي تمنعه من دخول حضرة الله بقلبه لتصح صلاته من باب ما لا يتم الواجب إلا به فهو واجب. ഷഹ്റാനി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ത്വരീഖത്തിന്റെ മശായിഖുമാർ, പണ്ഡിതന്മാർ, അതിന്റെ ആളുകൾ ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്, അലാ വുജൂബി ഇത്തിഹാദിൽ ഇൻസാൻ ശൈഖൻ യുർഷിദുഹു ഇലാ സവാലി തിൽക സിഫാത്തി ലത്തി തംനഉഹു മിൻ ദുഖൂലി ഹളറത്തില്ലാഹി ബിഖൽബി. പടച്ച തമ്പുരാന്റെ സന്നിധാനത്തിലേക്ക് എത്തിപ്പെടാൻ തടസ്സമാകുന്ന വിശേഷണങ്ങളെ മാറ്റി നിർത്താൻ യോഗ്യനായ ഒരു ശൈഖിനെ പിടിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ മഹാനുഭാവൻ പറയുന്നു, മനുഷ്യനാണ്, പടച്ചോനെ ലഭിക്കണം. പടച്ചോന്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ, റബ്ബിലേക്ക് എത്തിപ്പെടാൻ തടസ്സമായി കുറെ ഘടകങ്ങളുണ്ട്. കിബറുണ്ട്, ഒഴിച്ചുണ്ട്, അസൂയുണ്ട്, തുടങ്ങിയ ഒരുപാട് മാലിന്യങ്ങൾ മനസ്സിൽ ചേർന്ന് കിടപ്പുണ്ട്. ഇതുണ്ടായാൽ പടച്ചോണിലേക്ക് എത്താൻ പ്രയാസമാണ്.
എന്നാൽ പിന്നെ അത് നീക്കം ചെയ്യാൻ ഒരു ശേഖനെ പിടിക്കൽ നിർബന്ധമാണ്. ആരൊക്കെയാ പിടിക്കേണ്ടത്? അല ഉജൂബ് ഇത്തിഹാദിൽ ഇൻസാൻ, മനുഷ്യൻ എന്ന് ആരെയൊക്കെ കുറിച്ച് പറയാം? വയസ്സന്മാര് മനുഷ്യന്മാരാണോ? ഓർക്ക് ശേഖ നിർബന്ധമാണ്. പെണ്ണുങ്ങൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണോ? ശേഖ നിർബന്ധമാണ്. ചെറുപ്പക്കാര് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണോ? ശേഖ നിർബന്ധമാണ്. മനുഷ്യൻ എന്ന കാറ്റഗറിയിൽ ആര് പെടുന്നുവോ അവർക്ക് മുഴുക്കെ നിർബന്ധമാണ്. എല്ലാവർക്കും ഹയവാനും നാസിക് മൂല്യന്മാർക്കറിയില്ല. ഹയവാനും നാസിക്കിന്റെ വരുതിയിൽ പെടുന്നവർ ആരൊക്കെയോ അവർക്കൊക്കെ ശേഖ വേണം. ഹയവാനും നാസിക്കിന് ഹയവാനാണെങ്കിൽ വേണ്ട, മൃഗാണെങ്കിൽ വേണ്ട, മനുഷ്യനാണെങ്കിൽ വേണം. നോക്കൂ, നിങ്ങൾ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇത് പറഞ്ഞാൽ ചിലർ പറയും അത് ഫത്വയിൽ മൊയ്നിൽ ശേഖരം സ്വീകരിക്കണമെന്നില്ലല്ലോ. ഫത്വയിൽ മൊയ്നിൽ ശേഖരം സ്വീകരിക്കണം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ചില ആളുകൾ ചോദിച്ച ഫത്വയിൽ മൊയ്നിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഫത്വയിൽ മൊയ്നിൽ ഹജ്ജ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തുള്ള ആൾക്കാർ ഹജ്ജ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാസ്പോർട്ട് നിർബന്ധമാണെന്ന് ഫത്വയിൽ മൊയ്നിൽ ഉണ്ടാവില്ല. അപ്പൊ നീ പാസ്പോർട്ട് ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞ് ബലം പിടിച്ച് നിൽക്കാണ്. അതേക്കുറിച്ചാ പറഞ്ഞേ നിൻബാബി മാലായത്തിൽ വാജിബ് ഇല്ലാതെ വാജിബ്. ഒരു കാര്യം നിർബന്ധമാണ്. ആ നിർബന്ധമായ കാര്യം നിർവഹിക്കണമെങ്കിൽ അനുപേക്ഷണീയമായ മറ്റൊരു സംഗതിയുണ്ട്, അതും നിർബന്ധം തന്നെ. അല്ലാതെ ഫത്വയിൽ മൊയ്നിൽ ബാബുൽ ജവാദ പാസ്പോർട്ടിനെ സംബന്ധിച്ച് പറയുന്ന ബാബ് അത് നോക്കിയിട്ട് കണ്ടിട്ടില്ലല്ലോ പറഞ്ഞിങ്ങനെ ബലം വെച്ച് നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് പടച്ച തമ്പുരാന്റെ സാന്നിധ്യത്തിലേക്ക് പോകണമെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന കിബ്റ്, ഹസദ് തുടങ്ങിയ നീച സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാൻ ഒരു ശൈഖ് നിർബന്ധമാണ്. പടച്ച തമ്പുരാനെ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരം ശൈഖുമാർ വേണം. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ ഇപ്പൊ വേണ്ടേ ഉണ്ടാവും. അതൊക്കെ പണ്ട് കാലത്ത് കഴിഞ്ഞു പോയില്ലേ. നീ ശേഖന്റെ കാലത്തൊക്കെ അവസാനിച്ചു. ഇപ്പൊ എന്ത് ശേഖി എന്ത് പിടിക്കത്ത്? അങ്ങനെ ആളുകൾ പറഞ്ഞു. അതൊക്കെ പറയാൻ മാത്രം ഈ സമൂഹത്തെ നമ്മുടെ സംഘടനകൾ പാകപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഖേദകരമായ വസ്തുത. മഹാന്മാർ പഠിപ്പിക്കുന്നത് നോക്കൂ. ശരീരത്തിന്റെ മെഷായിഖുമാർ ഒരു കാലത്തും അവർ ഒഴിഞ്ഞ കാലേ ഉണ്ടാവില്ല. പണ്ഡിത സഭകൾ രൂപീകരിച്ചതിന് ശേഷമുള്ള ഇത്രയും ദീർഘമായത് കാലല്ലേ. കാലഘട്ടം എന്ന് പറയില്ലേ, കോലഘട്ടം സമാനല്ലേ ആണോ? കാലമാണോ? ഇത് കാലം എന്നതിനെ കുറിച്ച്, ഈ കാലത്തെക്കുറിച്ച് കാലം എന്ന് പറയുമോ? എന്നാൽ ശേഖ നിർബന്ധ. അത് ഉണ്ടാകുന്ന ചെയ്യുമെന്ന് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത മഹാമഹത്തുക്കൾ, മഹാമനീഷികൾ നമ്മെ ബോധ്യപ്പെടുത്തി. ശൈഖ് തർബിയത്തി ലാ യഖ്ലു സമാനു മിൻഹു അബദാ. ഒരു കാലത്തും തർബിയത്തിന്റെ മശായിഖുമാർ ഒഴിവാകുന്ന പ്രശ്നേ കുതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാ കാലത്തും ഇവരുണ്ടാകുമെങ്കിൽ പിന്നെന്താ ചെയ്യേണ്ടത്? ഉണ്ടാകും. പക്ഷേ നമ്മളെ നാട്ടിലൊന്നും ഇല്ലല്ലോ. അല്ലെ, നമ്മക്ക് കിട്ടിയിട്ടില്ലല്ലോ, അറിയില്ലല്ലോ അറിഞ്ഞു നിൽക്കണം. നമ്മളൊക്കെ നാടുകളിൽ പള്ളി ഉണ്ടാകും, ഇല്ലേ? മദ്രസകൾ ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സമസ്തന്റെ മദ്രസ, ഇല്ലേ? നമ്മൾ പറയും സമസ്ത നടത്തുന്ന മദ്രസാണ്. സംഗതി ഈ മദ്രസ കൊണ്ട് സമസ്ത നടന്നു പോവുകയാണ്. സമസ്ത ഇങ്ങോട്ട് നടത്തല്ല, ഗവൺമെന്റ് നടത്തുന്ന സ്കൂൾ എന്ന് പറയും. എന്താ? സ്കൂളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റാണ്.
നമ്മളെ മദ്രസ സമസ്ത നടത്തുന്ന മദ്രസ ആരാ ശമ്പളം കൊടുക്കുന്നത്? നാട്ടുകാർ. ആരെ ബിൽഡിംഗ് ഉണ്ടാക്കിയത്? നാട്ടുകാർ. ആരാ ഫർണിച്ചർ കൊടുക്കുന്നത്? നാട്ടുകാർ. ആരാ അതിന്റെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നത്? നാട്ടുകാർ. നടത്തുന്നതാരാ? സമസ്ത. അതെങ്ങനെ? ഒരൊറ്റ ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് ഈ വർഷം വാങ്ങിയത് 56 രൂപയാണ് പരീക്ഷ ഫീസ്. 56 പരീക്ഷ ഫീസ് എന്ന് പറഞ്ഞാൽ മദ്രസയിൽ 10 ലക്ഷം വിദ്യാർത്ഥികളുണ്ടെന്ന് പറഞ്ഞാൽ 5,60,00,000 രൂപ പരീക്ഷാ ഫീസ് ഇനത്തിൽ സമസ്തക്ക് വരവുണ്ടായി. സമസ്ത മദ്രസയെ കൊണ്ട് നടക്കുകയാണ്, മദ്രസകൾ നടത്തുകയല്ല. അല്ലെങ്കിലും ഈ മദ്രസ നടത്തി നല്ല ഉദ്ദേശം നല്ല വിചാരമൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു കബൂൽ ചെയ്യും. മദ്രസയുടെ എണ്ണം പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? 10,000-ഓളം മദ്രസകൾ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈയിടെയായി പശ്ചിമ ബംഗാളില് മുഖ്യമന്ത്രിയായിട്ട് വന്ന മമതാ ബാനർജി ഒരൊറ്റയ്ക്ക് 10,500 മദ്രസക്ക അംഗീകാരം കൊടുത്തു. മദ്രസ നടത്തിയിട്ട് സ്വർഗത്ത് പോകുകയാണെങ്കിൽ മമതയല്ലേ ഒന്നാം സ്വത്തിനുണ്ടാകും? അവിടെ മദ്രസകളിലെ അധ്യാപകർക്ക് കാശും കൊടുക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലത്തെ മാതിരി കമ്മിറ്റിക്കാര് 50 രൂപ കൂട്ടിയും 51 രൂപ ആക്കിയിട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ നാട്ടിൽ കച്ചറ 51 വെച്ചില്ല. മമതാ ബാനർജി ഒറ്റയടിക്കാണ് 10,500 മദ്രസയ്ക്ക് അംഗീകാരം പോയി പഠിക്കും. ആ പേരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ അതൊന്നും നന്മയല്ലാന്നോ അതൊന്നും കൊച്ചാക്കല്ല. അതിന്റെ പേരിൽ മർമ്മപ്രധാനമായത് തടയുന്ന പ്രവണത ഏറെ അപകടകരമാണ്. അതിന്റെ പേരിൽ സാധുക്കളെ പറ്റിക്കരുത്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇത്തരം മഹത്തുക്കൾ ഉണ്ട് എന്ന് പറയുക മാത്രമല്ല, അദ്ദുഖൂലു മഅ സൂഫിയ ഫർളു ഐനിൻ ഇദ് ലാ യഖ്ലു അഹദുൻ മിൻ ഐബിൻ ഔ മർളിൻ ഇല്ലൽ അംബിയാ അലൈഹിമുസ്സലാം. അംബിയാക്കന്മാരല്ലാത്ത സർവ്വയാളുകളും മനസ്സിന്റെ മാലിന്യം, ഐബ്, രോഗം ഇവ പിടിപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് രക്ഷപ്പെടാൻ സൂഫിയാക്കളോട് കൂടെ ഫർള് ഐനാണ് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു. ഫർള് ഐനാണ്. എന്താ പറഞ്ഞത്? അമ്പിയാക്കന്മാരല്ലാത്തവർക്കും മുഴുവൻ ശൈഖനെ പിടിക്കണം. അപ്പൊ നമ്മളെ പള്ളിക്കകത്ത് ഉസ്താദ് പറയണേ നമ്മക്ക് ശൈഖനെ വേണ്ട. നമ്മൾ ഉസ്താദിനോട് ചോദിക്കാൻ വേണ്ടി നബിയാണോ എന്ന് ചോദിക്കും. പ്രവാചകരാണെങ്കിൽ ശൈഖ് വേണ്ട, നമ്മൾ പ്രവാചകരാണ്. അഥവാ പൊരുത്തം കേട്ട ആൾക്കാരാണ് ഞാൻ നബി തന്നെയാ എന്നാ പറഞ്ഞാൽ ഞാൻ ജിബിലില്ല, അങ്ങക്ക് അങ്ങനെ നബൂവത്തും കൊണ്ട് ഞാൻ വന്നിട്ടില്ലായിരുന്നു. പണ്ട് വളാഞ്ചേരിക്കടുത്ത് ഒരു പ്രവാചകൻ ഇറങ്ങിയാണ്, ഐസയാണെന്ന് പറഞ്ഞു. അപ്പൊ വേറെ എടുക്കാൻ അതിലേറെ വലിയ ഉച്ചാരണം വന്നു, ഞാൻ ജിബിലില്ലാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് അങ്ങനെ നബൂവത്തേക്ക് ഞാൻ വന്നിട്ടില്ല. എല്ലാവരും എന്താ ഈ സാധുക്കളൊക്കെ തെളിവുകൾ മുഴുക്കുണ്ടായി കഴിഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പരിപാടി വെച്ചാൽ അതിന് മറുപടി വെക്കും. എന്നിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നേരിടാൻ നോക്കും. അവിടെ തെളിവുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമ്മളിത് ആ പരിപാടി വെക്കുമ്പോൾ സമസ്തയിലോ മറ്റു ഇതര പ്രസ്ഥാനങ്ങളിലോ ഞാൻ ഈ പറയുന്ന പരിശുദ്ധമായ ത്വരീഖത്തിന്റെ ഉത്കൃഷ്ടമായ സത്യങ്ങൾ ശരിയല്ലെന്ന് പറയാൻ ഉമ്മപ്പെട്ട ആരെങ്കിലും ഈ പ്രദേശത്തുണ്ട് എങ്കിൽ നിങ്ങളെ പരിപാടി വെച്ച് അതൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്നേഹത്തിന് ഒറ്റ കൂടിയല്ലേ പ്രയാസപ്പെടില്ല.